1,000 കോടിയുടെ വികസനത്തിന്റെ കണക്കുമായി അങ്ങോട്ടേക്ക് പോവുകയാണ് എന്നാണ് പറയുന്നത്. അതായത് എങ്ങനെയാണ് ഒരു വികസന തുടർച്ച ഇനിയും കേരളത്തിൽ ഉണ്ടാകേണ്ടത് എന്നതുകൂടി പറഞ്ഞു വയ്ക്കുന്നതിന്റെ ഒരു തുടക്കമായി. ഇപ്പം നമ്മൾ നേരത്തെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ക്വാർട്ടർ ഫൈനൽ തന്നെയാണിത് എന്നതിൽ തർക്കമില്ല. അപ്പോൾ ഇതുവരെ ചെയ്തു വച്ച കാര്യങ്ങൾ എന്ത്, പ്രത്യേകിച്ച് മണ്ഡലത്തിന്റെ കാര്യത്തിലുള്ള വികസനം, ഇതുൾപ്പെടെ പറഞ്ഞുകൊണ്ടായിരിക്കും ഈ തെരഞ്ഞെടുപ്പിനെ LDF നേരിടാൻ പോകുന്നത് എന്നത് അർത്ഥശങ്കയ്ക്കിടയില്ലാത്തവണ്ണം അഡ്വക്കേറ്റ് കെ അനിൽകുമാർ വിശദീകരിച്ചു കഴിഞ്ഞു. KP നൌഷാദ് അലി. ഇവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം ചൂണ്ടിക്കാണിക്കാനുള്ളത് അനുജ, ഇവിടെ ഇടതുപക്ഷ മുന്നണി സർക്കാരിനെതിരെ ഓരോ ദിവസം കഴിയുന്തോറും നിരവധിയായ പരാതികൾ, വിവാദങ്ങൾ, അവരുടെ മർക്കടമുഷ്ടി, ജനാധിപത്യ വിരുദ്ധത, ജനകീയ മുഖമില്ലാത്ത അവരുടെ മുന്നോട്ടുള്ള പോക്ക്, ഇതിനൊക്കെയായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല കുടുംബാംഗങ്ങളുടെയൊക്കെ അഴിമതിയും കേസും എല്ലാ നിലക്കും പ്രതിക്കൂട്ടിലായി അവശതയിൽ നിൽക്കുന്ന ഒരു സർക്കാരാണ്. വേച്ചാണ് ഓരോ അടിയും ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത്. കേരളം എന്നാൽ ഇതിന്റെ ട്രഷറിയൊക്കെ പൂച്ച പെറ്റ് കിടക്കും വിധം ₹1 ഒരു തരത്തിലുള്ള പെൻഷൻ നൽകാൻ പോലുമുള്ള തുകകൾ, അല്ലെങ്കിൽ ക്ഷാമബത്തയോ ക്ഷേമനിധിയോ നൽകാനുള്ള തുകകൾ പോലും ഇല്ലാത്ത വണ്ണം, മെഡിക്കൽ ഇൻഷുറൻസ് നൽകാനുള്ള തുക പോലും ഇല്ലാത്ത വണ്ണം, അങ്ങോട്ട് അടവാക്കിയത് വാഗ്ദാനം ചെയ്ത സമയത്ത് തിരിച്ചു കിട്ടുന്നൊരു സാഹചര്യം പോലും ഇല്ലാത്ത വണ്ണം കേരളം സമ്പൂർണ്ണമായിട്ട് ശൂന്യതയിലാണ്. നമ്മുടെ ഈ സംസ്ഥാനത്തെ ഏതെങ്കിലും ഒരു വിഭാഗം ഈ സർക്കാരിൽ മതിപ്പ് രേഖപ്പെടുത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വട്ടപൂജ്യമാണ് ഉത്തരം. അത്തരമൊരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലുണ്ട്. അപ്പോഴാണ് നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുന്നത്. നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം 969 മുതൽ 982 വരെയും 987 തൊട്ട് 2016 വരെയും തുടർച്ചയായിട്ട് ഐക്യ ജനാധിപത്യ മുന്നണി ജയിച്ചു വന്നൊരു സീറ്റാണ്. 2016 തൊട്ട് ഞങ്ങളുടെ ചില ആഭ്യന്തര വിഷയങ്ങൾ മുൻനിർത്തി LDFന് അവിടെ വിജയമുണ്ടായിട്ടുണ്ട് 2 തവണ. അവർ വിജയിപ്പിച്ചു വിട്ട MLA ആണ് നിരന്തരമായ കാതലായ, ഇപ്പോഴും പ്രതിധ്വനികൾ അന്തരീക്ഷത്തിൽ മുഴങ്ങുന്ന ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വളരെ നാടകീയമായിട്ടും ധീരമായിട്ടും MLA പദവി രാജിവെച്ചുകൊണ്ട് ഇറങ്ങി വന്നത്. അത് തന്നിമിത്തമാണ് ഇപ്പോൾ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പടുകൂറ്റൻ ഭൂരിപക്ഷം. കാരണം ഇവിടെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയൊക്കെ മത്സരിച്ചപ്പോൾ 50,000 60,000 വോട്ടിന്റെ മുകളിലൊക്കെ ലോക്സഭയിലേക്ക് ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ട്. അതിന് സമാനമായ ഒരു വോട്ടിംഗ് പാറ്റേൺ നിലമ്പൂരിൽ രൂപപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. PV അൻവർ അദ്ദേഹം ഇപ്പോൾ വളരെ സജീവമായിട്ട് UDFന്റെ മുന്നണിയിലുണ്ട്, ഐക്യ ജനാധിപത്യ മുന്നണിയുണ്ട്, മറ്റെല്ലാവിധ ചേരുവകളും. അതായത് ഈ അൻവർ ഫാക്ടർ എന്നുള്ളത് നിങ്ങൾക്ക് വലിയ രീതിയിൽ ഗുണകരമാകുമെന്ന് കൂടി കരുതുന്നുണ്ട് ശ്രീ KP നൌഷാദ് അലി നിങ്ങൾ? അൻവർ ഉയർത്തിയ നിരവധിയായ ചോദ്യങ്ങളും ആശയങ്ങളും ഒക്കെ നിരന്തരമായിട്ട് ഈ നാട്ടിലെ ജനങ്ങൾ ഉന്നയിക്കുന്ന ചോദ്യങ്ങളാണ്. CPMന്റെ MLA എന്ന നിലയിൽ അത് അദ്ദേഹം പരസ്യമായിട്ട് ഉന്നയിച്ച അവരോട് വലിയ തോതിലുള്ള ആശയപരമായ പോരാട്ടം നടത്തിയിട്ടാണ് അദ്ദേഹം ധീരമായി ഇറങ്ങിപ്പോകുന്നത്. ഞാൻ ധീരമായി എന്ന് പറയാൻ കാരണം, അദ്ദേഹത്തിന് വേണമെങ്കിൽ സിറ്റിംഗ് MLA ആയിട്ട് നിലമ്പൂരിൽ തുടരാമായിരുന്നു. അദ്ദേഹം MLA പദവി എന്ന ഒരാളുടെ ജീവിതത്തിൽ ഒരു രാഷ്ട്രീയക്കാരന്റെ വലിയ സ്വപ്നതുല്യമായ ഒരു പദവിയിൽ നിന്നാണ് അദ്ദേഹം മുൻപിൽ നോക്കാതെ ഒരു ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജിവെച്ച് ഇറങ്ങി വന്നത്. തീർച്ചയായിട്ടും ആ ഒരു രാഷ്ട്രീയ സാഹചര്യം, അദ്ദേഹം ഉയർത്തിയ ആശയങ്ങൾ, അതുകൊണ്ട് തന്നെ അദ്ദേഹം നിമിത്തമുണ്ടായ ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ള നിലയിൽ നിലമ്പൂരിൽ വളരെ സജീവമായ ഒരു ചർച്ചയാണ്. CPMന്റെയും ഇടതുമുന്നണിയുടെയും കയ്യിലെ ഒരു വിഭവങ്ങളും ഇല്ല. 1000 കോടി എന്നൊക്കെ പറഞ്ഞാല് ഈ മലപ്പുറം ജില്ല മൊത്തത്തില് 2016 തൊട്ട് 25 വരെയുള്ള കാലത്ത് 1000 കോടിയുടെ പദ്ധതികളോ പ്രവൃത്തികളോ നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള ഉത്തരം. അപ്പോഴാണ് നിലമ്പൂരിൽ മാത്രമായിട്ട് 1000 കോടി എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ ഏട്ടിലെ പശുക്കളാണ്, ഇതൊന്നും പുല്ല് തിന്നുകയില്ല. ഇത്തരം വാചാടോപങ്ങളുമായിട്ട് നിലമ്പൂരിലേക്ക് വന്നാൽ തന്നെ ജനങ്ങൾ അവരെ കൈകാര്യം ചെയ്യും. കാരണം 1000 കോടി അവിടെ ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ അത് അനുഭവിക്കേണ്ടവരാണല്ലോ ആ നാട്ടുകാര്. തങ്ങളെ കബളിപ്പിച്ച് മുന്നോട്ട് വരാൻ ഇവർ ഇങ്ങനെ ധൈര്യം കാണിക്കുമെങ്കിൽ നിലമ്പൂരുകാർ അതിനുള്ള മറുപടി കൊടുത്തോളും. ഇപ്പൊ അനിൽകുമാർ കോട്ടയത്തിരുന്നോ? പക്ഷെ അങ്ങനെയെങ്കിൽ ശ്രീ നൌഷാദ് അലി, ഇപ്പൊ എന്റെ ചോദ്യം, ഈ കഴിഞ്ഞ 2 ടേം തുടർച്ചയായി അവിടെ MLA ആയിരുന്നയാൾ ഇപ്പോൾ നിങ്ങൾക്കൊപ്പമാണല്ലോ. അപ്പോൾ അദ്ദേഹം അതിന് മറുപടി പറയേണ്ടുന്ന ആളല്ലേ? അദ്ദേഹത്തിന് ഉത്തരവാദിത്തമില്ലേ അതിന് മറുപടി പറയാൻ? നൌഷാദ് അലി, തീർച്ചയായിട്ടും അദ്ദേഹം ആ വിഷയത്തിൽ ഒരുപാട് അധ്വാനിക്കുകയും ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിട്ട് ഇതൊന്നും നടപ്പില്ല എന്ന് ബോധ്യമായപ്പോഴാണ് അദ്ദേഹം ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോന്നിട്ടുള്ളത്. അത് അദ്ദേഹം പരസ്യമായിട്ട് ജനങ്ങളോട് പറഞ്ഞു കഴിയുകയും ജനങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള വികസനത്തിന്റെ പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് സംസ്ഥാന സർക്കാരിന്റെ പദവിക്കാണ് ഇരിക്കുക. അതെങ്ങനെ അൻവറിന്റെ പദവിക്ക് വരുന്നത്?
അൻവർ നിരന്തരമായിട്ട് വികസനം കൊണ്ടുവരാനും രാഷ്ട്രീയ ശരികളിലൂടെ ഇടതുമുന്നണി ഗവൺമെന്റ് സഞ്ചരിക്കണം അല്ല, അങ്ങനെ ഒരു പരാതിയൊന്നും ആ ഘട്ടത്തിലോ ഏതെങ്കിലും ഒരു ഘട്ടത്തിലോ അദ്ദേഹം ഉന്നയിച്ചതായി നമ്മൾ കേട്ടിട്ടില്ലല്ലോ ശ്രീ കെ പി നൗഷാദ് അലി. അല്ല, അങ്ങനെ കേട്ടിട്ടില്ലെങ്കിൽ പിന്നെ അദ്ദേഹം സംതൃപ്തനായിരിക്കും. പിന്നെ അദ്ദേഹത്തിന് അതിനകത്ത് കുറ്റം ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ അങ്ങനെ രണ്ട് ചോദ്യവും ഒരുമിച്ച് ചോദിക്കരുത്. അല്ല, എന്റെ സംശയം ചോദിക്കുകയാണ്. താങ്കൾ പറയുകയാണ് ഇപ്പോൾ വികസനം വരാത്തൊരിടമാണ് എന്നെങ്കിൽ അതിൽ ഒരു ഉത്തരവാദിത്തം MLA എന്ന രീതിയിൽ അദ്ദേഹത്തിനുണ്ടല്ലോ, ജനപ്രതിനിധി എന്ന രീതിയിൽ അദ്ദേഹത്തിനുണ്ടല്ലോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. സാധാരണഗതിയിൽ സിറ്റിംഗ് MLA അല്ലെങ്കിൽ അതിനു മുൻപ് ഭരിച്ചുകൊണ്ടിരുന്ന അവരുടെ ഭാഗമായി നിന്ന ആ ജനപ്രതിനിധി ആര് എന്നൊക്കെയുള്ള രീതിയിൽ അദ്ദേഹത്തിന് ഉത്തരവാദിത്തമില്ലേ? അല്ല, അതിന് PV അൻവർ അല്ല ഇപ്പോൾ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ പോകുന്നത്. കോൺഗ്രസിന്റെ UDF-ന്റെ സ്ഥാനാർത്ഥിയാണ് അവിടെ മത്സരിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ജനപ്രതിനിധിയായിരുന്ന കാലത്തെ പ്രവർത്തനങ്ങളിലൊക്കെ അദ്ദേഹത്തിന് പങ്കാളിത്തമുണ്ട്. അതിന്റെ നേട്ടത്തിലും കോട്ടത്തിലൊക്കെ ഉത്തരവാദിത്തമുണ്ട്. അത് അദ്ദേഹം തന്നെ വളരെ വ്യക്തമായിട്ട് പലതവണ പറഞ്ഞതാണ്. ഇനിയും കേൾക്കാം. ഇനി ഞാൻ ഒരു കാര്യം അനുജ അതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ, എല്ലാ മണ്ഡലങ്ങളിലും എന്തൊക്കെ നടന്നു അതൊക്കെ നിലമ്പൂരിലും നടന്നു. 1000 കോടിയുടെ വികസന പ്രവൃത്തി എന്നത് കഴിഞ്ഞ 8-9 കൊല്ലം കൊണ്ട് മലപ്പുറം ജില്ല മൊത്തത്തിലെടുത്താൽ നടന്നിട്ടില്ല. പിന്നെയാണല്ലോ ഇപ്പൊ നിലമ്പൂര് മാത്രമായിട്ട് 1000 കോടി എന്നൊക്കെ പറയുന്നത്. അതെന്താണ് എന്ന് ഒന്ന് എണ്ണി പറയുകയും അതിന്റെ എക്സ്പെൻഡിച്ചർ എവിടെയൊക്കെയാണ് എന്നൊന്ന് ചൂണ്ടിക്കാണിക്കുകയും അതിന്റെ ഭാഗമായി പൂർത്തിയായ അതൊക്കെ പറയാനാണ് ഇനിയിപ്പോൾ അങ്ങോട്ട് ഈ വരുന്ന 10-25 ദിവസം ആ കാര്യങ്ങളൊക്കെ പറയാനാണ് എന്നതാണ് അഡ്വക്കേറ്റ് കെ അനിൽകുമാർ വ്യക്തമാക്കിയത്. അത് വരുമ്പോൾ നമുക്ക് വിശദമായിട്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാമെന്നാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് അതിന്റെ നെല്ലും പതിരും ഒക്കെ നമുക്ക് തലമുടി നാരിഴ കീറി പരിശോധിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ആരോഗ്യകരമായ സംവാദങ്ങളിൽ രാഷ്ട്രീയ ചർച്ചകളിലൊക്കെ ഏർപ്പെടാം. ഞങ്ങൾ അത്ര തുറന്ന മനസ്സോടുകൂടിയാണ് അത്തരം വേദികളെ ഞങ്ങൾ പ്രതീക്ഷിച്ച് കാത്തു നിൽക്കുകയാണ്.